ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ട് അന്ന് തൊട്ട് ഞാൻ സൈബർ ബുള്ളിങ് നേരിടുന്നതാണ്. ഇനി അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളില്ല, അത്രമാത്രം സൈബർ ബുള്ളിങ് ഞാൻ നേരിടുന്നുണ്ട്. ഇതിന് കാരണക്കാരി ഞാൻ ആദ്യമായി വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേന്ന് ഉണ്ടച്ചി എന്ന് പറയുന്ന സ്ത്രീ ലൈവ് ഇട്ട് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തതാണ്. ഉണ്ടച്ചിന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ, കാരണം എന്നെ അത്രമാത്രം ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇനി അവരെ വിളിക്കത്തുള്ളൂ. അവർക്ക് എന്തുമാകാം, പാവങ്ങൾക്കൊന്നും ആയിക്കൂടെ? അതെവിടുത്തെ ന്യായം? അപ്പം എനിക്കൊരു വീഡിയോ ഇടാൻ പാടില്ല, എനിക്കൊരു CP ഇടാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം കീഴിൽ വന്നിട്ട് ഈ ഉണ്ടച്ചിയുടെ അന്തങ്ങൾ വന്ന് കേട്ടാലറയ്ക്കുന്ന, നമുക്ക് വായിക്കാൻ പറ്റാത്ത അത്രമാത്രം മോശം കമൻറ്റുകളാണ് എൻ്റെ വീഡിയോയുടെയും എൻ്റെ CPയുടെയും താഴെയൊക്കെ കൊണ്ടിടുന്നത്. ഒരു പക്ഷേ ഞാൻ വീഡിയോ ഇടാതെ ഞാനൊരു CP ഇട്ടിരുന്നെങ്കിൽ നിങ്ങളാരും ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആരെ ടാഗ് ചെയ്തിട്ടില്ല, ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ CPയുടെ താഴെ എടി ഇത് നീയല്ലേ ഞാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മരിച്ചുപോയ അച്ഛനെയും ഭർത്താവിനെയും മക്കളെയും അമ്മയും ഒക്കെയാണ് വിളിക്കുന്നത്. ഇവരൊക്കെ ഒരു പാവങ്ങളോട് ദയ തോന്നുന്ന ആളുകളാണോ? ഇവരാണോ ഒരമ്മയും മകളെയും സംരക്ഷിക്കുന്നവർ? ഇതേ സമയം രമ്യയെപ്പറ്റി ഒരാൾ പേര് വെച്ചിട്ടുണ്ട് അതിനകത്ത്, ട്രോൾ ചെയ്തിട്ടപ്പം അവിടെ ചെന്നിട്ട് വാവും. അപ്പോൾ എന്താ, രമ്യയ്ക്കും മക്കളൊന്നും ഇല്ലേ? രമ്യയും ഞാനും ഒക്കെ ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾക്ക് കുടുംബക്കാരുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം ഇത് കാണുന്നതാണ്. എൻ്റെയോ രമ്യയുടെയോ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളും നിങ്ങളുടെ ലൈവിൻ്റെ കീഴിൽ വന്നിട്ട് ഒരു ബാഡ് കമൻറ്റും ഇട്ടിട്ടില്ല. ഞങ്ങളുടെ ലൈവിലും ഞങ്ങൾ മോശം കമൻറ്റ് എഴുതി ഇടാറില്ല. ഞാൻ അധികം ആരുടെയും ലൈവിൽ പോകാറില്ല, പോയാൽ തന്നെ ഞാൻ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ രമ്യയുടെ ലൈവിൽ കമൻ്റ് ഇടാറുണ്ട്, പക്ഷേ ഒരു മോശവാക്ക് ഞാൻ പറയാറില്ല. അവിടെയും നിങ്ങളുടെ അന്തങ്ങൾ വന്നാണ് ഫേക്ക് ID വന്നിട്ട് അവിടെ ഒന്ന് വൃത്തികെട്ട കമൻറ്റുകൾ എഴുതിയിടുന്നത്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് പ്രതികരിക്കും. അപ്പം നിങ്ങളായാലും പ്രതികരിക്കത്തില്ലേ? അതേപോലെ ഞങ്ങളും പ്രതികരിക്കും. ഇനി എനിക്ക് 1-2 കമൻറ്റുകൾ വായിക്കാനുണ്ട്, വായിച്ചിട്ട് അതിന് മറുപടി വരാം. ഇനി എൻ്റെ ഒരു ഷോർട്സിന് താഴെ വന്ന ഒരു കമൻറ്റാണ് ഒരാളുടെ. പ്രശ്നങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞ് സോൾവ് ആക്കിയതല്ലേ? ഏത് പ്രശ്നം? ഈ പറഞ്ഞ സ്ത്രീയോടാണ് ചോദിക്കേണ്ടത്. സ്ത്രീയാണോ ഇനി രണ്ടും കെട്ടതാണോ എന്ന് എനിക്കറിയില്ല. അവർ രണ്ടുപേരും അന്യോന്യം അത് സമ്മതിച്ചു. എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്? അവർ തമ്മിൽ എന്താണ് ഒരു സോൾവ് ആക്കിയത്? രമ്യ എന്താണ് അവിടെ പറഞ്ഞത്? അവളിനി തെറി വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. അവളതവിടെ നിർത്തണമെങ്കിൽ അവളൊരു അലിഗേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, തനൂജയോട് അത് തെളിയിക്കണമെന്ന്. അപ്പോൾ തനൂജ പറഞ്ഞു ഈ വിഷയം ഇനി സംസാരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഉത്തരം മുട്ടിപ്പോയി. രമ്യ പറഞ്ഞു ഞാനിനി ആരെയും തെറി വിളിക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാനൊരു CP ഇട്ടാൽ അതെങ്ങനെയാണ് ഒരു പ്രശ്നം ക്രിയേറ്റ് ആകുന്നത്? ഞാൻ അതിൽ ആരുടെയും പേരോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലേ എല്ലാവരും വിളിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് അങ്ങനെ കരുതിയാൽ പോരെ? പിന്നെ ഈ പറഞ്ഞ സ്ത്രീ വേറെ പലരെയും വെച്ച് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പേര് പറയത്തില്ലടി, പറയത്തില്ല നിൻ്റെ പേര്. അപ്പം അവൾക്ക് എന്തുവാകാം. അപ്പം അവൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ, അവൾ ഇതിനു മുമ്പും 2-3 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ നമ്മളൊന്നും പറയാൻ പാടില്ല. ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊരു CP മാത്രമല്ല ഇട്ടുള്ളൂ. പിന്നെ അവൾ എഴുതിയിരിക്കുന്നു, ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ പരമാവധിയാണിത്. ഏത് സ്ത്രീ? നീ ആരെയാ ഉദ്ദേശിച്ചേ? ഇത് തികച്ചും വ്യക്തി അധിക്ഷേപം. ഞാൻ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ അത് ടാഗ്ലൈൻ ഇടുകയോ ചെയ്താൽ മാത്രമേ അത് വ്യക്തി അധിക്ഷേപം ആവുകയുള്ളൂ. എൻ്റെ ചാനലിൽ ഞാൻ ആരുടെയും പേര് ചേർക്കാതെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപമാകും? അപ്പം തിരിച്ച് എന്നെ വച്ച് എൻ്റെ പേരും പറഞ്ഞ് എന്നെ ബോഡി ഷേമിങ്ങും വ്യക്തി അധിക്ഷേപം ചെയ്തപ്പോഴും നിങ്ങൾക്ക് അന്നേരം ചോദിക്കാൻ പറ്റില്ലായിരുന്നോ? അതാടി വ്യക്തി അധിക്ഷേപം. ഇതൊക്കെ സെക്സ്വൽ ഗ്രാറ്റിഫിക്കേഷൻ വ്യക്തിപരമായ ഒന്നാണ്.
ഒക്കെ നിനക്ക് തോന്നുന്നത് എനിക്കറിയില്ല. ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാനിട്ടിരിക്കുന്ന ഫോട്ടോയാണ്. അതിൽ ആരെയും ഞാൻ ടാഗ് ചെയ്തിട്ടില്ല, ആരുടെയും പേരെഴുതിയിട്ടില്ല. അപ്പം നിനക്കെതിരെ എനിക്ക് കൊടുക്കാൻ പറ്റും. കാരണം നിൻ്റെ ഈ കമൻറ്റ് കാണിച്ചിട്ട് നിനക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, അറിയാമോ? സെക്സ്വൽ ഗ്രാറ്റിഫിക്കേഷൻ വ്യക്തിപരമായ ഒന്നാണ് എന്ന ബോധം പോലും ഇല്ലാതായല്ലോ. നിനക്ക് ബോധമുണ്ടോ? ഈ പറഞ്ഞപ്പോൾ നിനക്ക് ബോധമുണ്ടോ? ചേച്ചി, ഇപ്പോൾ നിങ്ങളാണ് മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ ഇൻട്രൂഡ് ചെയ്ത് കണ്ടൻസ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഞാൻ ആരുടെയാണ് ഈ പേഴ്സണൽ ഇതിൽ പോയത്? നീ കണ്ടോ ഞാൻ പേഴ്സണൽ ഇതിൽ പോയത്? ഒരു ഫോട്ടോ അതിനകത്ത് ആരുടെയും ഒരു പേഴ്സണൽ ഇതും ഇല്ല. അത് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്, നിനക്ക് കൂട്ടിയടിക്കാൻ, അല്ലെങ്കിൽ നിൻ്റെ പേര് ഞാൻ എൻ്റെ ചാനലിൽ പറയാൻ വേണ്ടിയിട്ടുള്ള അടവാണ്. അത് കൈവച്ചിരുന്നാൽ മതി. നീയേ ഈ കമൻസ് അവിടെ പോയി നോക്കിയാലും കാണത്തില്ലടി. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മകളെ പോലെ കാണുന്ന ആൾക്കും നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്ത് പ്രശ്നമാടി ഞാൻ ഉണ്ടാക്കിയത്? എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത്? എന്നെ അവളെയും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. സൈബർ ബുള്ളിങ് അതുപോലെ ഞങ്ങൾ രണ്ടുപേരും നേരിടുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും സൈബർ ബുള്ളിങ് അതുപോലെ നേരിടുന്നുണ്ട്. ഞാൻ കാരണം എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? നീ തെളിവ് വെക്കണം. ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ നീ തെളിവ് വെക്കണം. ഞാൻ കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന ആളിന് എന്ത് പ്രശ്നമുണ്ടായെന്നുള്ളത് തെളിവ് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവളാണെങ്കിൽ നീ തെളിവ് വെക്കണം. നീ നിൻ്റെ ഇതിൽ വെച്ചാൽ ഇട്ടാൽ മതി, ഞാൻ കണ്ടോളാം. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങളിത് പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. അത് നിന്നെ ബോധിപ്പിക്കണോ? ഞാൻ എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ അല്ലയോ എന്നുള്ളത് നിന്നെ ബോധിപ്പിക്കണോ? ഇതേ വ്യക്തി രമ്യക്ക് പോയി കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ അവരെ പറ്റി വേറൊരു ചാനലിൽ ഐമറിനെ പറ്റി വീഡിയോ ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു പേരിലാണ്. എനിക്ക് 100% ഇവളുടെ ചാനലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നെയാണ്. എന്നാൽ അനാവശ്യം പറയുന്നുണ്ട്, കൊണ്ട് കേസ് കൊടുക്കടി. ആ സ്ത്രീ നിങ്ങളെ കുഴിയിൽ ചാടിക്കും എന്ന് പറയാനുള്ള ദേഷ്യമാണ്. നിങ്ങൾ സൂക്ഷിച്ചോ. സ്നേഹം കൊണ്ടല്ല അവർ കൂടെ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ കൂടെ നിൽക്കുന്നത്? ദയവായി അവരുടെ കമൻറ്റ് നോക്കുക. മുയൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ എന്തിനു വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നത്? എന്തിനു വേണ്ടി കൂടെ നിൽക്കുന്നത്? നീ തെളിവ് വെക്ക്. ഞാൻ എന്തിനു വേണ്ടി കൂടെ നിൽക്കുന്നുള്ള തെളിവ് വെക്ക്. ഒരു കാര്യം നിന്നോട് വ്യക്തമായിട്ട് പറയാം. ഞാൻ ഈ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞതാണ്, ഞാൻ രമ്യയുടെ ലൈവ് സ്ഥിരം കാണുമായിരുന്നു. വേറെ ആരുടെയും അങ്ങനെ കാണാറില്ലായിരുന്നു. പക്ഷേ ഉണ്ടച്ചിയുടെ കാണുമായിരുന്നു. ഉണ്ടച്ചിയുടെ സബ് തന്നെയാണ് ഞാൻ ഇപ്പോഴും. കാരണം അവളെ വിറ്റ് തിന്നുവാണെന്നല്ലേ എന്നെ പറയുന്നത്. പക്ഷേ അന്ന് മുതൽ എൻ്റെ ഒരു വ്യൂ ഉണ്ടടി. ഉണ്ട്. അത് നീ തിന്നുന്നുണ്ട്. എന്തുവായാലും നീ ഇടുന്ന ലൈവുകളും വീഡിയോസും ഒക്കെ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ വ്യൂസ് അതനുസരിച്ചല്ലേ നിനക്ക് യൂട്യൂബ് വരുമാനം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വരുമാനത്തിൽ എൻ്റെ നെറ്റും ഉണ്ടടി അതിനകത്ത്. അപ്പം രമ്യയുടെ ചാനലിൽ അവൾ തെളിവ് എല്ലാ ലൈവുകളിലും ഞാനുണ്ട്. അപ്പോൾ അവൾ തെളിവ് സഹിതം വെച്ചിട്ട് പിറ്റേന്ന് ഉണ്ടച്ചി എടുത്ത് ലൈവ് അതും ഞാൻ കണ്ടതിന് ശേഷമാണ് രമ്യയോട് പോലും പറയാതെ ഞാനൊരു വീഡിയോ ഇട്ടത്. ഞാൻ വേറൊരു വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തിയാണ് വിളിച്ച് രമ്യയോട് പറഞ്ഞത്, എനിക്ക് ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരമാണ് എനിക്ക് രമ്യയുടെ ഫോൺ നമ്പർ പോലും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ സോഷ്യൽ മീഡിയയിൽ ചാനലുള്ള എൻ്റെ നമ്പർ അറിയാവുന്ന ഏക വ്യക്തി രമ്യ മാത്രമാണ്. വേറെ ഒരു വ്യക്തിക്ക് എൻ്റെ ഫോൺ നമ്പർ അറിയില്ല. എനിക്കാകെ കോണ്ടാക്റ്റേ ഉള്ളൂ. ഇനി നാളെ ഞാൻ വീഡിയോ നിർത്തിയാലും, ഞാൻ ലൈവ് നിർത്തിയാലും, എൻ്റെ ചാനൽ ഞാൻ പൂട്ടിക്കെട്ടിയാലും ഞാൻ രമ്യയുടെ കൂടെ നിൽക്കും. അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. എന്നെ എന്ത് ചായച്ചിട്ട് അവൾക്കൊന്നും നേടാനില്ല, അവളെ ചായച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. പിന്നെ ആർക്കൊക്കെ മൂട് താങ്ങി വരുന്നത് അടിമപ്പണി ചെയ്യുന്നു, ആർക്ക് വേണ്ടി പണി ചെയ്യാൻ ഇവിടെ വന്നോ? നീ എന്നെ അൺസബ് ചെയ്ത് പോയതല്ലേ?
നീ ആരുടെ അടിമപ്പണിയാണോ ചെയ്യുന്നത് അവർക്ക് പോയി നീ അടിമപ്പണി ചെയ്താൽ മതി. ഇങ്ങോട്ട് വരണ്ട, എൻ്റെ ചാനലിലോട്ട് നീ വരണ്ട. നിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല കരുതിയത്. നീ ഉണ്ടാവേണ്ട കമൻറ്റുകൾ. ഞാൻ കുത്തിത്തിരിപ്പുകാരിയാണ്. അവൾ പറയുന്നതാണ് ഞാൻ കുത്തിത്തിരിപ്പുകാരിയാണ്. നിങ്ങൾ ഒരിക്കലും അത് തെളിയിക്കും. അന്ന് അയ്മർ ഇത് ശരിയാണല്ലോ എന്ന് ഓർക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടി, കാത്തിരുന്ന് കാണാം കേട്ടോ, കാത്തിരുന്ന് കാണാം. എടി ഞാൻ ഈ ചാനൽ കൊണ്ടല്ല ജീവിക്കുന്നത് കേട്ടല്ലോ. ഞാൻ സത്യത്തിൽ അന്നൊരു വീഡിയോ ഞാൻ ഇട്ടുള്ളായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച ഈ അന്തങ്ങൾ തന്നെയാണ്. എനിക്ക് അന്തങ്ങളോട് ഒരൊറ്റയാണ്. നിങ്ങൾ എത്ര വെള്ളത്തിൽ കാല് വെക്കുന്ന ആളുകളാണ്, എനിക്കതറിയാൻ വയ്യാത്തേ. നിങ്ങൾ വന്ന് മോശം കമൻറ്റ് ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എതിരെ തിരിച്ച് പറയുന്നത്. നിങ്ങൾ മോശം കമൻറ്റ് പറയാതിരുന്ന് നോക്ക്. ഞാനൊന്നും മിണ്ടില്ല, ഞാനൊന്നും തിരിച്ച് പറയില്ല. നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നു അത്രത്തോളം തിരിച്ചും കിട്ടും. പക്ഷേ ഈ പക്ഷഭേദം കാണിക്കുന്നുണ്ടല്ലോ, അത് ശരിയല്ല. ഉണ്ടച്ചിയെ പോലെ, ഉണ്ടച്ചിയുടെ മകളെ പോലെ ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ കാണുന്നുണ്ട്, അവർക്കും വിഷമമാവുന്നുണ്ട്. എൻ്റെ അസുഖത്തെ നിങ്ങൾ പറഞ്ഞു, എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഒറ്റ വാക്ക് നിങ്ങൾ ചിന്തിക്കണം. 2 പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. വീടില്ല, ഒന്നുമില്ല. ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് അന്നു ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അപ്പം എനിക്ക് ക്യാൻസർ വന്നു എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനാഥമാകുന്ന 2 പെൺകുട്ടികളാണ്. നിങ്ങൾക്കൊരു അമ്മയെ മോളെ സംരക്ഷിക്കുന്ന ആളുകളല്ലേ അല്ലേ? അപ്പോൾ എങ്ങനെ പക്ഷഭേദം കാണിക്കുന്നത്? ഞാൻ നല്ല രീതിയിലൊരു വീഡിയോ ചെയ്തതാണ്, നല്ല രീതിയിൽ. ആ വീഡിയോ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും മോശമാക്കിയത് ആ ഉണ്ടച്ചിയുടെ അന്തങ്ങൾ തന്നെയാണ്. ഇത്രയും എന്നെ വീഡിയോ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും അന്തങ്ങൾ തന്നെയാണ്. കാരണം എൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു ലൈവുകളിൽ പോയി അവരെ മോശം കമൻറ്റുകൾ ഇടാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കൂടിയാണ് പറയുന്നത്, അല്ലാതെ വേറൊരു ചാനലിൽ പോയിരുന്നല്ല ഞാൻ പറയുന്നത്. അവിടെ മോശം കമൻറ്റ് എല്ലാം എഴുതുന്നത് ഞാൻ. ജീവിച്ച് പൊയ്ക്കോട്ടെ ഒരു സൈഡിൽ കൂടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വെള്ളത്തിൽ കാലിൽ നിന്ന് ഒരിത് കാണിക്കുക, ഒരു ന്യായം കാണിക്കുക. ഞങ്ങളെ കുറ്റം പറയുന്നവർ നിങ്ങൾ സന്തോഷിക്കുകയും ഞങ്ങളാരെയും കുറ്റം പറയാൻ ഞങ്ങളുടെ പാട് നോക്കുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ ഇത് തെറി പറയുകയും ചെയ്യുന്നു. നല്ല ന്യായങ്ങളാണ്. ഇനി എനിക്ക് രുദ്രധാരയോട് പറയാനുണ്ട്. നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത്? നീ ആണാണോ പെണ്ണാണോ ഇനി ഏത് വർഗമാണോ എന്ന് എനിക്കറിയില്ല. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് എന്നെ അറിയാവോ? എനിക്ക് നിന്നെ അറിയത്തില്ല. പിന്നെ നീ എന്തർത്ഥത്തിലാടാ ഇങ്ങനെ മോശം ഇതെഴുതിയിടുന്നത് നീ? പിന്നെ പെമ്മക്കളുള്ള അമ്മമാരെല്ലാം മോശക്കാരാണോ? ഈ വീഡിയോ കാണുന്നവരെല്ലാം പറയണം, കാണുന്നവരെല്ലാം അഭിപ്രായം പറയണം. പെൺമക്കളുള്ള അമ്മമാർ മോശക്കാരാണോ? നിങ്ങളിതിന് മറുപടി കമൻ്റായിട്ട് എനിക്ക് എഴുതിയിടണം. കാരണം കുറേ സ്ത്രീകൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് പറഞ്ഞു, നിനക്ക് 2 പെൺമക്കളല്ലേ, നിനക്ക് 2 പെൺമക്കളല്ലേ, നീ ദുഷ്ടയാണ്, മറ്റേതാണ് മറിച്ചതാണ്. ഞാൻ ഇന്ന് വരെ ആരോടും ദുഷ്ടത്തരം കാണിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള പങ്ക് ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഇതുവരെ ഇട വന്നില്ല. ഇനി നാളെ എന്താണെന്ന് എനിക്കറിയില്ല. ഉണ്ടച്ചി എന്ന് പറഞ്ഞ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, നീ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും അറിയത്തില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ ഇരിക്കുന്നില്ലേ? നിൻ്റെ അന്തർധാര എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിന് ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാം മനസ്സിലാക്കിയിട്ടാ. നീ ഇതിനനുഭവിക്കും. കാരണം ഞാനൊരു രോഗിയും വിധവയും 2 മക്കളുടെ അമ്മയായ എന്നെ നീ അത്രമാത്രം നീ ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ലൈവിൽ നീ നല്ലവളായിരുന്നെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈവിൻ്റെ കീഴിൽ വന്നിട്ട്
എന്നെയൊക്കെ പച്ച അപരാധം പറയുമ്പോൾ നീ അവിടെ ഇരുന്ന് സന്തോഷിക്കത്തില്ല, നീ ആ കമൻറ്റ് വായിക്കത്തില്ല. നീ ഇത് കമൻറ്റ് വായിച്ച് നീ സന്തോഷിക്കുകയാണ് അവിടെ ഇരുന്ന്. അപ്പോഴേ നീ മനസ്സിലാക്കിക്കോ നിൻ്റെ മനസ്സെന്താണെന്ന്. നിൻ്റെ മകളെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിൻ്റെ മകളെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്, നിൻ്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. എടി, നല്ല സ്ത്രീകൾ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈവിൻ്റെ കീഴിൽ വന്ന് നിൻ്റെ അന്തങ്ങൾ ഞങ്ങളെപ്പറ്റി പച്ച അപരാധം എഴുതിയിടുമ്പം നീ അവിടെ പ്രതികരിക്കരുത്, അങ്ങനെ പറയരുതെന്ന് പറയുമായിരുന്നു. നീ ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോടി? പറഞ്ഞിട്ടുണ്ടോ? നീ പറയത്തില്ല. അടുത്ത ഇനി 50,000 രൂപ വേണ്ടേ? ലോകത്ത് എങ്ങും ഇല്ലാത്ത അഡ്വാൻസ് 50,000 രൂപ വേണ്ടേ? ഇറക്കടി, ഇറക്ക് നീ. എല്ലായിടും 3 മാസം അല്ലെങ്കിൽ 6 മാസത്തെ വാടകയാണ് അഡ്വാൻസ് മേടിക്കുന്നത്. നീ ഇറക്ക്. ഇന്നലത്തെ ലൈവിൽ പറയുന്നത് 50,000 രൂപ 6,000. നല്ലതാണ്, വാടക കുറവാണ്. ഇറക്ക് നീ. അതേ പറഞ്ഞിട്ടുള്ളടി നിനക്കൊക്കെ. പക്ഷെ നീ അനുഭവിക്കും ഉറപ്പായിട്ടും. അപ്പം എല്ലാവരോടും ബായ് പറയുവാണ്. ചെറിയൊരു കാര്യം പറയാനായിരുന്നു വന്നത്. വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ആർക്കെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നെയും അയ്യമ്മറിനെയും തെറ്റിക്കാൻ ആരും നോക്കണ്ട. എനിക്ക് ഈ ചാനലൊന്നുമല്ല, കേട്ടല്ലോ. ഈ ചാനൽ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ വേണമെങ്കിലും നിർത്തും. അതുകൊണ്ട് എൻ്റെ അയ്യമ്മറിൻ്റെ ഇടയ്ക്ക് ആരും വരാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ചതിച്ചതിൻ്റെ തെളിവ് നീ വെക്കണോടി. ഞാൻ കമൻറ്റ് വായിച്ചവളോടാണ് പറയുന്നത്, നീ തെളിവ് വെക്കണം. ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവളാണെങ്കിൽ നീ തെളിവ് വെക്ക്. അപ്പോൾ ശരി, സോറി, ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാൻ താല്പര്യമില്ല, പക്ഷെ പറയിപ്പിക്കുന്നതാണ്. എന്നെ കുഴിയിലോട്ട് കാലൊന്നും നീട്ടിയിട്ടില്ല. രോഗത്തിൻ്റെ ഒരു അസ്വസ്ഥതയാണ്, അത്രയേ ഉള്ളൂ. 56 വയസ്സായതേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ഇതായിട്ട് നടക്കുന്നു. ഒരാൾ ജഗജില്ലിയാണ്. ആയിരുന്നടി, ജഗജില്ലി തന്നെ ആയിരുന്നു. ഇന്ന് ഇത്രയും ഞാൻ ഇമോഷണൽ ആവുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനെയും എൻ്റെ ചേട്ടനെയും മക്കളെയൊക്കെ പറയുന്നപ്പം അവർക്കൊന്നും സഹിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ എൻ്റെ അവസ്ഥ അറിയാം. ഓക്കെ, ബൈ.